ടേസ്റ്റ് എന്താ? ബലൂണിന്റെ വേണം. അതല്ലേ പള്ളിപ്പറമ്പിൽ കിട്ടുന്നു പറഞ്ഞേ. യെസ്, പിന്നെ മീനാക്ഷിയോടാ കളി. അതെ, പതിയെ വരത്തുള്ളൂ, സമയം എടുക്കും. അത് പുറത്തേക്ക് വന്നിട്ടില്ല ഇപ്പോഴും, ഉള്ളിൽ തന്നെയാ. വന്ന് ഇപ്പോൾ ഉള്ള പല സോഷ്യൽ മീഡിയ, അതായത് യൂട്യൂബ് ചാനൽസൊക്കെ ഓരോ വിചാരമുണ്ട്. ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ എന്തും ആ ഒരു ഇൻ്റർവ്യൂവിൽ എന്തും ചെയ്യാമെന്നുള്ളൊരു കാര്യം. ഇപ്പം തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോയിൽ കാണുന്ന പെൺകുട്ടിയുടെ പേര് മീനാക്ഷി എന്നാണ്. ഒരു ആക്ട്രസ് ഒക്കെയാണ്. അതോടെ തന്നെ 18 വയസ്സൊന്നും ആയിട്ടില്ല. അതിന് താഴെ ആയിട്ടുള്ളൊരു മൈനർ പെൺകുട്ടിയാണ്. നിങ്ങൾ എന്താ പറയുക, കൂമൻ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. സോ അങ്ങനെ ഒരു മൈനറായിട്ടുള്ള പെൺകുട്ടി, ആ ഒരു പെൺകുട്ടിയുടെ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ആ ഒരു ചാനൽ നടത്തിയ ഈ ഒരു ബ്ലൈൻഡ് ടെസ്റ്റ് പോലെ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു പെൺകുട്ടിയുടെ മുമ്പിലായിട്ട് ഒരു വസ്തു കൊണ്ടുവെക്കുക. അത് ടച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കണം എന്താണ് സംഭവം എന്നുള്ള ഒരു കാര്യം. ഈ ഒരു പെൺകുട്ടി മൈനറായിട്ടുള്ള പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ മുമ്പിൽ കണ്ടുപിടിക്കാൻ കൊണ്ടുവച്ചേക്കുന്നത് ഒരു കോണ്ടം ആണ് കൊണ്ടുവച്ചേക്കുന്നത്. അത് ടച്ച് ചെയ്തിട്ട് എന്തുവാണെന്ന് മനസ്സിലാവും. അപ്പോൾ കോണ്ടം കൊണ്ട് വെച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര തെറ്റാണെന്നോ അങ്ങനെയല്ല. ബട്ട് ഇതിനിടയിൽ ഈ ഒരു കുട്ടി ഇതൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് എന്താണെന്ന് മനസ്സിലാക്കുന്നത്, എന്താണ് ആ സാധനം എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന വേറെ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ടുള്ള പയ്യന്മാർ ആരാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്, അവരുണ്ടെങ്കിൽ ഓരോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കേൾക്കാൻ പറ്റും. സോ വൈറലാകാൻ വേണ്ടി, വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് റീച്ച് ആവാൻ വേണ്ടി എന്തും ചെയ്യിപ്പിക്കാൻ, എന്തും ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നവരാണ് കുറേ പേര് ഈ യൂട്യൂബിലൊക്കെ ഉള്ളവർ. എന്ത് വേണമെങ്കിലും ചെയ്യും, ഒക്കെ ഒന്ന് വൈറലായ ആൾക്കാരൊക്കെ ഒന്നും കണ്ടാൽ മതി എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതൊരു എന്താ പറയുക, മൈനറായിട്ടുള്ള പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണം, അതല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ സംസാരിക്കണമെന്ന് പോലും വിവരമില്ലാത്തവരാണോ ഓരോ ചാനലും എടുത്ത് വെച്ച് ഇപ്പം നടത്തുന്നതെന്നാണ് അറിയാൻ വയ്യാത്തത്. ഇതൊക്കെ കാണുമ്പോഴത്തേനാണ് ഇപ്പം ആ കുട്ടിയുടെ അച്ഛനും അമ്മയും വന്നോന്ന് തന്നെ ഫുള്ളായിട്ട് അറിയാൻ, എന്ത് പറഞ്ഞു കാണുമെന്ന് അറിയില്ല, അവരെന്താണ് ചിന്തിച്ചതെന്നൊന്നും അറിയാൻ. ബാക്കി ആ ഒരു കണ്ട സമയത്ത് എനിക്ക് തോന്നി എന്താണ് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ, ഇങ്ങനത്തെ ഉള്ള കുറേ ഇപ്പോൾ ഉണ്ട്. എന്തും ആരോടും എന്തും പറയാം, ജസ്റ്റ് അവർക്ക് ഒന്ന് റീച്ച് കിട്ടുക, അവരുടെ ചാനലൊന്ന് വ്യൂസ് ആവാം, ഇങ്ങനെയൊക്കെ ഉള്ള അതിന് വേണ്ടി എന്തും ചെയ്യാമെന്നുള്ള സ്ഥിതിയിലെത്തിക്കുകയാണ്. സോ ഒരു മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടിയോടത്ത് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാത്തവരാണോ ഇന്നത്തെ സമൂഹത്തിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.